നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷൻ ന്യൂസിൻ്റെ തിരുവോണ നന്മകൾ. 2026 ഈ തിരുവോണ നാളിലും ഈ ചിങ്ങമാസത്തിലുടനീളവും കേരളത്തിലെങ്ങും മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്ന, ഇനിയും മുഴങ്ങി കേൾക്കാൻ പോകുന്ന വാക്കുകളാണ് ലക്ക ലക്ക എന്ന വാക്കുകൾ. ലക്ക ലക്ക എന്ന ആ ഈരടി കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഗോപു നന്ദിലത്തിൻ്റെ ജി-മാർട്ടിൻ്റെ വിശ്വസനീയതയുടെ പ്രതീകം ആയിട്ടുള്ള ഒന്നിൻ്റെ വലിയ വിളംബരം ആണ് എന്നുള്ള കാര്യം. അങ്ങനെ രണ്ട് വാക്കുകൾക്ക് പോലും ഗോപു നന്ദിലത്ത് ജി-മാർട്ടിനെ കുറിച്ച് വിളംബരം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ആ വിശ്വാസ്യത വലിയ രീതിയിൽ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തിരുവോണത്തിന് മാത്രമല്ല, ക്രിസ്മസിനാകട്ടെ, ദീപാവലിക്കാകട്ടെ, വിഷുവിനാകട്ടെ, പെരുന്നാളിനാകട്ടെ, എല്ലാ ആഘോഷവേളകളിലേക്കും ഒരു കടമ പോലെ മലയാളിക്ക് ചെന്ന് ചേരേണ്ടുന്ന ഇടമായി മാറിയിരിക്കുന്നു നന്ദിലത്ത് ജി-മാർട്ട്. എന്താണ് അങ്ങനെ എല്ലാ മലയാളിയെയും വലിയൊരു ആകർഷണ വലയം കൊണ്ട്, ഒരു മാന്ത്രിക വലയം കൊണ്ട് ഇങ്ങോട്ട് വരൂ വരൂ എന്ന് ക്ഷണിക്കുന്ന ആ പ്രത്യേകത? ആ പ്രത്യേകതയ്ക്ക് എന്താണ് കാരണമെന്ന് പറയാൻ അതിൻ്റെ സാരഥി തന്നെയായ ശ്രീ ഗോപു നന്ദിലത്ത് നമ്മോടൊപ്പം ഈ തിരുവോണ നാളിൽ അതിഥിയായുണ്ട്. തിരുവോണത്തിൻ്റെ ആശംസകൾ. നമസ്കാരം. നമസ്കാരം. താങ്കളെ ഈ തിരുവോണ ദിവസം തെരുവിൽ വെച്ച് കാണുകയാണെങ്കിൽ ഏതൊരു മലയാളിയും താങ്കളുടെ മുമ്പിൽ വരുമ്പോൾ ആ മലയാളിയുടെ മുമ്പിൽ താങ്കൾക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നു. കാരണം ആ ഉപഭോക്താവ് വലിയ കൃതാർത്ഥതയോടുകൂടി താങ്കളോട് സംസാരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? എന്താണ് ആ പ്രതീക്ഷ? 44 വർഷമായി ഗോപു നന്ദിലത്ത് ജി-മാർട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ വിശ്വസ്തത, അതാണ് ഒരു കാര്യം. 44 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായ കുറുപ്പ് റോഡിൽ നിന്ന് ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് വളർന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും, മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ 1 സ്ഥാപനമാക്കാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ പിന്നിൽ എൻ്റെ നല്ലവരായ കസ്റ്റമേഴ്സ് നൽകിയ സഹകരണവും 44 വർഷമായി നിർത്തിയ പാരമ്പര്യവും, എല്ലാ വർഷവും നമ്മൾക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, അതേപോലെ ജനങ്ങൾ നൽകിയ വിശ്വാസം, ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, ഞങ്ങൾ കൊടുത്ത വിശ്വാസം, അതുപോലെ തന്നെ ഞങ്ങൾ ആഫ്റ്റർ സെയിൽ സർവീസ്, അതേപോലെ തന്നെ ഞങ്ങളുടെ ഓഫറുകൾ, ഇതൊക്കെ ജനങ്ങൾക്ക് അർപ്പിച്ച വിശ്വാസമാണ് ഗോപു നന്ദിലത്ത് ജി-മാർട്ടിനെ നിലനിർത്തുന്നത്. ഇന്ന് ഈ തിരുവോണത്തിൻ്റെ അന്ന് താങ്കളുടെ ഈ വീട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നത് പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു ഗജകേസരിയുടെ മുന്നിലൂടെയാണ്. നന്ദിലത്ത് കുടുംബത്തിലെ 3 ആനകൾ, പ്രധാനപ്പെട്ട ഒരു ആന അവിടെ തല ഉയർത്തിപ്പിടിച്ച് അവിടെ നിൽക്കുന്നു. എന്ന് മാത്രമല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചത്, നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിന് മുമ്പ് അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ആ ആനയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ച, നിരന്തരം ഇടവേളകളില്ലാതെ അതിനാവശ്യമായിട്ടുള്ള എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. അത് വെള്ളരിയാകട്ടെ, ഔഷധ സമൃദ്ധമായിട്ടുള്ള പുല്ലുകളാവട്ടെ, ഇതെല്ലാം ഇടവേളകളില്ലാതെ അതിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ഒരു കാഴ്ച വസ്തുവായിട്ടല്ല, അതിനെ ഏറ്റവും ഹൃദയത്തിൽ പേറുന്ന ഒന്നായിട്ടാണ് കരുതുന്നത്. ഒപ്പം ഈ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങളുടെ നിര കാണുന്നു. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, ഓരോ മലയാളിയുടെ ഉള്ളിലും അവരുടെ വീടിൻ്റെ അകത്ത് ഗോപു നന്ദിലത്തിൻ്റേത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു വിചാരമുണ്ടോ? എന്തായിരിക്കണം ഒരു മലയാളിയുടെ കുടുംബത്തിൻ്റെ വീടിനകത്ത് ഉണ്ടാവേണ്ട വസ്തുവകകളുടെ നിരയെക്കുറിച്ചുള്ള സങ്കല്പം? നമ്മൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ, എൻ്റെ വീട്ടിൽ വരുന്ന പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീടിൻ്റെ ഗേറ്റ് തൊട്ട് എഴുതുമ്പോൾ ഓരോന്നിനും അതിന് ഓരോ പ്രത്യേകത ഉണ്ടായിരിക്കും. ഇപ്പോൾ വാഹനമായിക്കോട്ടെ, ഇപ്പോൾ ആന നിൽക്കുന്ന ആനയെ പരിപാലിക്കുമ്പോൾ, ആനയുടെ കാര്യം പറഞ്ഞു, ഒരു ജീവിയെ പരിപാലിക്കുമ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ നോക്കണം. വെറുതെ ഒരു ജീവിയെ, ഞാൻ 34 വർഷമായി ആനയെ പരിപാലിക്കുന്ന ഒരാളാണ്. എൻ്റെ മകൻ ജനിച്ച കാലം തൊട്ടേ എനിക്ക് ആനയുള്ളതാണ്. അന്ന് കാലത്ത് വരെ 11 ആന വരെ എൻ്റെ കുടുംബത്തുണ്ടായിരുന്നു. അതിൽ 3 ആനകളെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ നടയിരുത്തി. 3 ആന ചെരിഞ്ഞു പോയി. ഇപ്പോൾ ഒരു 3 ആന ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയും ആനകളെ ഞാൻ പരിപാലിച്ച ഒരു കുടുംബമാണ് നന്ദിലത്ത് കുടുംബം. അന്നും ഇന്നും ആനപരിപാലനത്തിൽ ഇന്ന് കേരളത്തിൽ തന്നെ മറ്റാരും നൽകാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളും ആനകൾക്ക് കൊടുത്ത് പരിപാലിക്കുക. അതിൻ്റെ പാപ്പന്മാരെ അത്ര രീതിയിൽ, നല്ല രീതിയിൽ നോക്കുന്ന പാപ്പന്മാരെ വയ്ക്കുക. പിന്നെ അത് മാത്രമല്ല, ഒരു ആനയെ എപ്പോൾ പറഞ്ഞോളൂ, അതിന് ആവശ്യമുള്ള ഭക്ഷണം, ആന എന്ന് പറഞ്ഞ് ജീവിക്കുക എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യനെ പോലെയല്ല. മനുഷ്യന് ഒരു വട്ടം ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. ആന അങ്ങനെയല്ല, എപ്പോഴും എന്തെങ്കിലും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജീവിക്ക് നിരന്തരമായിട്ട് പുല്ലായിട്ടും പട്ടിയായിട്ടും അതുപോലെ അതിന് ആവശ്യമുള്ള ഭക്ഷണങ്ങളായിട്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതിനെ പരിപാലിക്കാനായിട്ട് 4 പാപ്പന്മാർ ഓരോ ആനയ്ക്കും ഉണ്ട്. സാധാരണ 2 പാപ്പാന്മാരോ 3 പാപ്പന്മാർ വരെ മതി. അപ്പോൾ നമ്മുടെ ആനയ്ക്ക്, വലിയ ആനയ്ക്കാണെങ്കിൽ 5 പാപ്പന്മാരുണ്ട്. അതിന് താഴെയുള്ള ആനയ്ക്കൊക്കെ 3-4 പാപ്പന്മാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ഇത്രയും പാപ്പന്മാർ നിൽക്കുന്നത് വെച്ചാൽ, അതിന് വേണ്ട വെള്ളവും അതിന് വേണ്ട ഭക്ഷണവും പട്ടിയും അതിനുവേണ്ട കുളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിപാലിക്കാൻ വേണ്ടിയാണ്. ആനയെ നന്നായി ഭംഗിയായിട്ട് ഏത് ജീവിയെ പരിപാലിക്കും. അതിൻ്റെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. എനിക്ക് 10-200 പശുക്കളുണ്ട്. വലിയൊരു ഡയറി ഫാം ഞാൻ നടത്തുന്നുണ്ട്. 800 ലിറ്റർ പാല് ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ലാഭം നോക്കിയിട്ടല്ല, ആ ജീവികളുടെ താല്പര്യം. നമ്മളിപ്പോൾ 5 സ്റ്റാഫിനെ പരിപാലിക്കുമ്പോൾ അവർക്കുള്ള ചിലവ് എത്രയുണ്ട്?
ഒരു ആനയെ പരിപാലിക്കുമ്പോൾ ആ ചിലവ് അതിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് സന്തോഷം കാണുക. ബിസിനസ് സ്റ്റാഫിനെ പരിപാലിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആനയെ പരിപാലിക്കുന്നു, സ്റ്റാഫിനെ പരിപാലിക്കുന്നു, ഒപ്പം തന്നെ ഉപഭോക്താവിനെ കൂടി പരിപാലിക്കുന്നത് എങ്ങനെ, അതിൻ്റെ സങ്കല്പം എന്താണ്? നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഞാൻ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങിയ ഒരാളാണ്. 1983-84 കാലഘട്ടത്തിലാണ് നന്ദിലത്ത് തുടങ്ങിയത് തന്നെ. അന്ന് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായി കുറുപ്പ് റോഡിൽ നിന്ന് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. അതിനുശേഷം 86, 87, 88 കാലമാകുമ്പോഴേക്കും തൃശ്ശൂരിൻ്റെ പല ജില്ലകളിൽ, ഇരിഞ്ഞാലക്കുട, വാടാനപ്പള്ളി, പട്ടാമ്പി, മണ്ണാർക്കാട്, ഈ ജില്ലകളിലെല്ലാം ഗോപുനന്ദ ജി-മാർട്ട് ആരംഭിച്ചു. അതിനുശേഷം 2004 ഗോപുനന്ദ ജി-മാർട്ടിൻ്റെ ടേണിംഗ് പോയിൻ്റ്. അന്നാണ് ജി-മാർട്ട് എന്ന സങ്കല്പത്തോടു കൂടി തൃശ്ശൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറി പൂങ്കുന്നം എന്നൊരു സ്ഥലമുണ്ട് തൃശ്ശൂർ. അത് ടൗണിൽ നിന്ന് മാറിയിട്ടാണ്. അന്ന് കാലത്ത് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് സിറ്റിയിൽ നിന്ന് ഔട്ട് ഓഫ് മാറിയിട്ട് ബിസിനസ് തുടങ്ങും. അപ്പോൾ എനിക്കറിയാം അന്നൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, സിറ്റിയുടെ തിരക്കിൽ നിന്നും മാറിക്കൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് നന്ദിലത്ത് ജി-മാർട്ട് പൂങ്കുന്നം എന്ന സ്ഥലത്ത് പോയി തുടങ്ങിയത്. അന്ന് ആ പൂങ്കുന്നം എന്ന് പറഞ്ഞാൽ അവിടെ ആരും പോവില്ല, അത്ര ഒഴിഞ്ഞൊരു പ്രദേശമാണ്. തൃശ്ശൂരിൻ്റെ മെയിൻ ഏരിയയിലും ഒരു ഒഴിഞ്ഞൊരു ഭാഗമാണ്. പക്ഷേ അന്ന് അവിടെ ചങ്കൂറ്റത്തോടു കൂടി 20,000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഷോറൂം തുടങ്ങി. ആ ഷോറൂം എന്താ പറയുക, വൻ സക്സസ് ആയിരുന്നു. നന്ദിലത്ത് ഏജൻസീസ് എന്ന പേരിലല്ലേ? അല്ലല്ല, നന്ദിലത്ത് ജി-മാർട്ട്. ആദ്യം നന്ദിലത്ത് ഏജൻസി സ്ഥാപനമായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, ആ സ്ഥാപനം ഇപ്പോഴും ഉണ്ട്. 44 വർഷമായിട്ട് ആ സ്ഥാപനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് നന്ദിലത്ത് ജി-മാർട്ട് എന്ന കൺസെപ്റ്റോട് ഗ്ലോബൽ ഹോം അപ്ലയൻസ് പ്ലാസ എന്ന രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഹൈടെക് രീതിയിലൊരു ഷോറൂം ഞാൻ തുടങ്ങി പൂങ്കുന്നത്ത്. അതെനിക്ക് വൻ വിജയമായി. അതാണ് എൻ്റെ ടേണിംഗ് പോയിൻ്റ്. അതിനുശേഷം 6 മാസത്തിനുള്ളിൽ, അത് ആഗസ്റ്റിൽ തുടങ്ങി, ഡിസംബറിൽ ഞാൻ അതേ കൊല്ലം ഡിസംബറിൽ തന്നെ ഞാൻ കോഴിക്കോടിൻ്റെ മാവൂർ റോഡ്, ഹൃദയഭാഗത്തായ കോഴിക്കോടിൻ്റെ മാവൂർ റോഡിൽ ഞാൻ 2ാമത്തെ ഷോറൂം തുടങ്ങി ജി-മാർട്ട്. അതിനുശേഷം ഒരു 6 മാസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണൂർ തുടങ്ങി, കണ്ണൂർ താഴെച്ചൊവ്വ തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ ട്രിവാൻഡ്രം തുടങ്ങി. പിന്നെ എല്ലാം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലാ ജില്ലകളിലും ഗോപുനന്ദ ജി-മാർട്ടിൻ്റെ പ്രസൻസായി. ഇപ്പോൾ എന്ന് പറയുന്നത് 66 ഷോറൂമിൽ എത്തി നിൽക്കുന്നു. 67ാമത്തെ ഷോറൂം ഇപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ അടൂർ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഞങ്ങളുടെ സങ്കല്പം എന്ന് വെച്ചാൽ എവരി 30 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു ജി-മാർട്ട് വേണം. അതാണ് എൻ്റെ ഉദ്ദേശം. എവരി 30 കിലോമീറ്റർ ഒരു കസ്റ്റമർക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ജി-മാർട്ട്. അപ്പോൾ ഒരു 15 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഒരു ജി-മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ചെറു പട്ടണങ്ങളും, ഇപ്പോൾ ഞങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങി. ചെറായി എന്ന് പറഞ്ഞാൽ അറിയാലോ, എറണാകുളത്തിൻ്റെ ഒരു അറ്റാണ്. 3-4 കിലോമീറ്റർ പോയ ചെറായി ബീച്ചാണ്. പക്ഷേ ആ ഏരിയയിൽ കസ്റ്റമറുണ്ട്. അവിടുത്തെ കസ്റ്റമർ എല്ലാം എറണാകുളത്ത് വന്നാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ വൻ വിജയമായിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കസ്റ്റമർ പറയാറുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ എറണാകുളം ഷോറൂമിൽ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, ഇവിടെ ഒരു നല്ല ഷോറൂം വന്നത് ഞങ്ങൾക്ക് വളരെ ഇതായി. പക്ഷേ അവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും, കേരളം എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ ഏരിയയാണ്. കാരണം വെച്ചാൽ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലകളും പട്ടണങ്ങളാണ്. ചെറിയ ചെറിയ ഗ്രാമങ്ങളായാലും അവിടെ ജനങ്ങൾ തിങ്ങി താമസിക്കുകയാണ്. അപ്പോൾ എവിടെ നമ്മൾ എ ക്ലാസ് ടൗൺ ആയാലും ബി ക്ലാസ് ടൗൺ ആയാലും സി ക്ലാസ് ടൗൺ ആയാലും നമുക്ക് ഷോറൂം തുടങ്ങാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കേരളത്തിൽ ഒരു 100 ഷോറൂമിൻ്റെ ഹോപ്പുള്ള സ്ഥലമാണ്. കൺസ്യൂമറിൻ്റെ ഒരു മെയിൻ മാർക്കറ്റാണ് കേരളം. എന്ന് വെച്ചാൽ ഏത് പുതിയ ഇലക്ട്രോണിക് വിപണിയിലെ സാധനം വന്നാലും ആദ്യം വിറ്റഴിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ മിനിഞ്ഞാന്ന് ഞങ്ങൾ സോണിയുടെ ഒരു 100 ഇഞ്ച് TV വന്നു. ആദ്യത്തെ വന്നോ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ എന്താ പറയുക സുൽത്താൻ ബത്തേരിയിൽ ആദ്യത്തെ TV സോൾവ് ചെയ്തു, വിറ്റു. ഇപ്പോൾ ഇതാ ഇന്ന് ഒരു ഓർഡർ വീണ്ടും കിട്ടി 100 ഇഞ്ച് തൃശ്ശൂർ ജി-മാർട്ട് പോകുന്നത് കസ്റ്റമർ വന്ന് 100 ഇഞ്ച്. അപ്പോൾ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് 100 ഇഞ്ച് TV വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതും വില കൂടിയ TVകളാണ്. പക്ഷേ അത് ഉപഭോക്താവിനെ സംബന്ധിച്ച് അത് വാങ്ങിക്കാൻ ഇന്ന് ഈസിയാണ്. അപ്പോൾ 2 പവൻ വിറ്റ് കഴിഞ്ഞാൽ ഈ 100 ഇഞ്ച് TV മേടിക്കാൻ പറ്റും. 2 പവൻ വിറ്റ് കഴിഞ്ഞാൽ അല്ല അത്രയേ ഉള്ളൂ കോസ്റ്റ്. അപ്പോൾ 2 പവൻ വാങ്ങിക്കുന്ന കാശ് കൊണ്ട് നമുക്കൊരു 100 ഇഞ്ചിൻ്റെ TV വാങ്ങിക്കാം, അല്ലെങ്കിൽ 3 പവൻ മേടിക്കുന്ന കാശ് കൊണ്ട്. അപ്പോൾ അത്ര വിലയേ ഉള്ളൂ. അല്ലെങ്കിൽ 1 പവൻ വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് 65 ഇഞ്ച് 75 ഇഞ്ച് TV വാങ്ങിക്കുക, അത്രയും പോലും വരില്ല. ഒരു അരപ്പവൻ്റെ കാശിന് പോലും 55 ഇഞ്ച് TV കിട്ടും. അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് ലക്ഷറി ഐറ്റത്തിൽ ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു വീടാന്തരം വീട് വന്ന് നോക്കിയാൽ എന്താണെന്ന്. അപ്പോൾ ഓരോ വീട്ടിലും ആഡംബര ജീവിതമാണ് ഇന്നത്തെ കാലത്ത്, പഴയ ജീവിതമല്ല. മലയാളിയുടെ ജീവിത സ്റ്റൈൽ തന്നെ മാറി. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു TV, ഒരു ഫ്രിഡ്ജ്, ഒരു വാഷ്. ഇപ്പോൾ ഒരു വീട്ടിലെടുത്താൽ 4-5 മൊബൈൽ ഉണ്ടാവും. ഈ ആഡംബരം എന്ന് പറയുമ്പോൾ കേവലമായിട്ടുള്ള ആഡംബരമല്ല, മറിച്ച് ഏറ്റവും കൃത്യതയോടുകൂടി വിശ്വാസ്യതയോടുകൂടി ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് വിശ്വസിച്ച് വെക്കാവുന്ന ഒന്ന് വാങ്ങണമെന്നുള്ള വിചാരമാണോ അത്? തീർച്ചയായും. ഗോപുനന്ദ ജി-മാർട്ട് പറയുകയാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ LG, സാംസങ്, സോണി, വേൾപൂൾ, ഗോദ്രേജ്, അതേപോലെ തന്നെ പാനസോണിക്, വോൾട്ടാസ്, എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ഗോപുനന്ദ ജി-മാർട്ട് വിൽക്കുന്നത്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഉപഭോക്താവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗോപുനന്ദ ജി-മാർട്ടിൽ വന്ന് ഏത് ഐറ്റം ബ്രാൻഡഡ് ഐറ്റം ഏറ്റവും വില കുറവിൽ, ഓൺലൈനിനേക്കാളും വില കുറവ്, മറ്റുള്ള ഏത് ഡീലറേക്കാളും വില കുറവും പ്ലസ് ഓൺലൈനിനേക്കാളും വില കുറവിൽ വിശ്വസ്തയോടുകൂടി വാങ്ങിക്കാം. മാത്രമല്ല അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ്
സെയിൽ സർവീസ്, ഈ വിൽപ്പനാനന്തര സേവനം, അത് ഈ വാസ്തവത്തിൽ ഓരോ പരമാവധി 30 കിലോമീറ്ററിനകത്തും ഒരു നന്ദിലത്ത് ജി മാർട്ടിൻ്റെ ഒരു സ്ഥാപനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും പെട്ടെന്ന് വിൽപ്പനാനന്തര സേവനം ലഭ്യമാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. ഒന്ന്, ഏറ്റവും എളുപ്പത്തിൽ വിൽപ്പനാനന്തര സേവനം കൊടുക്കാൻ പറ്റും. കസ്റ്റമർ ഈസി ആയിട്ട് വന്ന് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ടായിരിക്കും കസ്റ്റമർക്ക്. പിന്നെ അത് മാത്രമല്ല വിശ്വസ്തത കൂടി വാങ്ങിക്കാം. നമ്മൾ 44 വർഷമായി ഗോപു നന്ദിത് ജി മാർട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അതിശയമാണ്. കാരണം എൻ്റെ ഒപ്പം ബിസിനസ് ചെയ്ത പലരും ഇന്നില്ല ഈ ഫീൽഡിൽ. കാരണം എന്തുകൊണ്ട് അത്രയും ശക്തിയായുള്ള കോമ്പറ്റീഷൻ, കാലകാലങ്ങളിലുള്ള ചേഞ്ചസ്, നമ്മളെപ്പോഴും കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഒരു ഉപഭോക്താവിൻ്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്മൾ കസ്റ്റമറെ ഉൾക്കൊള്ളണം. കസ്റ്റമർ എന്താണ് ആവശ്യം, ഡിമാൻഡ്സ്, ഏതെല്ലാം രീതിയിലുള്ള ബിസിനസ് വേണം, ഏതെല്ലാം ഡെവലപ്മെൻറ്റ്സ് വേണം. എപ്പോഴും നമ്മൾ എവരി 5 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ മാറ്റത്തിനനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരണം. ഷോറൂംസ് ആയാലും അപ്ഗ്രേഡ് ചെയ്യണം, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ AI ടെക്നോളജി വന്നു. അപ്പോൾ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ യുഗത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഇട്ടിരുന്ന ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് കളർ TV വന്നു. കളർ TV കഴിഞ്ഞ് അതിന് FST TV വന്നു. പിന്നെ അത് കോറ് മോഡൽ TV വന്നു. പിന്നെ LCD വന്നു. പിന്നെ LED വന്നു. OLED വന്നു. QLED വന്നു. പിന്നെ AI ടെക്നോളജിയായി. ഇപ്പോൾ ആ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദിനം പ്രതി ടെക്നോളജി മാറി. ഇപ്പോൾ മൊബൈലായാലും ലാപ്ടോപ്പ് ആയാലും എല്ലാത്തിനും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഗോപു നന്ദിലത്തിൻ്റെ ഒരു ഷോറൂമിലേക്ക് പണ്ടൊക്കെ ആളുകൾ പോകുമ്പോൾ കുട്ടികളോട് വീട്ടിലിരിക്കാൻ പറയും, എന്നിട്ട് അവരാണ് പോവുക. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് വാങ്ങാൻ കഴിയുള്ളൂ. കാരണം AI ടെക്നോളജി ഉൾപ്പെടെയുള്ളവ ചേർന്നിട്ടുള്ള ഇതാണ് വാങ്ങേണ്ടതെന്ന് നിർദ്ദേശിക്കാൻ ഒരു കുട്ടിക്കേ കഴിയൂ എന്നുള്ള അവസ്ഥ. കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാരെന്ന് ഇപ്പോൾ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ രീതിയൊന്നും അല്ല. നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളായിരിക്കും ഇപ്പോഴത്തെ ഡിസൈഡ് ചെയ്യുക വീട്ടിൽ. ഇപ്പോൾ ഒരു അച്ഛനോട് പറയാച്ചാൽ നമുക്ക് ഇന്ന മോഡൽ TV വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇന്ന റേഞ്ചുള്ള TV വേണം. ആ കുട്ടികൾ ഡിസൈഡ് ചെയ്യും. കാരണം വെച്ചാൽ കുട്ടികൾക്ക് അറിയാം ഇന്നൊക്കെ ടെക്നോളജി. ഇപ്പോൾ അവർ പഠിക്കുന്ന അങ്ങനെയുള്ള. പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്താ, ബുക്ക് വായിച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ. ഇപ്പോൾ എന്താ, ഓൺലൈനിൽ കൂടിയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുന്നത്, മൊബൈലിൽ കൂടിയാണ് പഠിക്കുന്നത്. ഇപ്പോൾ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും, എന്തൊക്കെ വേണം ഏതൊക്കെ വേണം എന്നുള്ളത്. അല്ലെങ്കിൽ മൊബൈൽ തുറന്നാൽ നമുക്ക് എന്ത് കാര്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ മൊബൈലിൽ നിന്ന് അറിയാൻ പറ്റും കാര്യങ്ങൾ. ഒരു കാര്യം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിലോ എന്ത് വേണം, ഏതൊക്കെ ഫീച്ചേഴ്സ് അറിയണം, നമുക്ക് അറിയാത്തൊരു കാര്യങ്ങൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഗൂഗിൾ ചോദിച്ചാൽ പറയും ഇന്ന കാര്യം. അപ്പോൾ ടെക്നോളജി വളരെ ഫാസ്റ്റായി. അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റമറുടെ പോക്കറ്റ് മണിക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാം. കുട്ടികളാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന പ്രൊഡക്റ്റ് വേണമെന്നല്ല. TV ഇന്ന മോഡൽ, അല്ലെങ്കിൽ മൊബൈൽ ഇന്ന മോഡൽ, ലാപ്ടോപ്പ് ഇന്ന മോഡൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇന്ന ടൈപ്പ്, അല്ലെങ്കിൽ AI ടെക്നോളജി. ഇപ്പോൾ വീട്ടിനകത്ത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി അലക്കാൻ പണ്ട് കാലത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ തുണി അലക്കി കിട്ടും. ഇപ്പം അങ്ങനെയല്ല. വാഷിംഗ് മെഷീൻ ഇപ്പോഴത്തെ ടെക്നോളജി എന്താ വെച്ചാൽ നമ്മൾ ഇടുന്ന സാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷർട്ട് ആയിക്കോട്ടെ, പാൻസ് ആയിക്കോട്ടെ, ഏത് ക്ലോത്താണ് നമ്മൾ ഇടുന്നത് അതിൻ്റെ പ്രോഗ്രാം ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യും. മെഷീൻ സെലക്ട് ചെയ്യും. നമ്മൾ മെഷീനിൽ ഇട്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ സെലക്ട് ചെയ്യും. നമ്മൾ ഇട്ടിരിക്കുന്നത് സിൽക്ക് സാരിയാണോ, അല്ലെങ്കിൽ സിൽക്ക് ഷർട്ടാണോ, അല്ലെങ്കിൽ കോട്ടൺ പാൻസ് ആണോ, അല്ലെങ്കിൽ എന്താണ് പാൻസ്, അത് ഓട്ടോമാറ്റിക് അത് സെൻസ് ചെയ്തിട്ട് അതിനുള്ള വാഷിംഗ് അത് കൊടുക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ തുണികൾക്ക് കൂടുതൽ കാലം ദീർഘകാലം നിലനിൽക്കുന്ന ടൈപ്പുള്ള എന്താ പറയുക ക്ലോത്തിനുള്ള പറ്റിയ വാഷിംഗ് മെഷീൻസ് ഇറങ്ങി. അത് ടെക്നോളജിയാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ TV-യിലായാലും ശരി, ഫ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ ടെക്നോളജി ഫ്രിഡ്ജ് ഇറങ്ങിയത് എന്താ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ആണെങ്കിൽ നമ്മളിപ്പോൾ അതിനകത്ത് ആപ്പിൾ വെച്ചിട്ടുണ്ടായിരിക്കാം, തക്കാളി വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെണ്ടക്കായ വെച്ചിട്ടുണ്ടായിരിക്കാം, പല സാധനങ്ങൾ. ഇത് നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മൊബൈലിൽ നമുക്ക് സെൻസ് ചെയ്തെടുക്കാം AI ടെക്നോളജി പ്രകാരം. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ല മീൻസ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ അടിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തക്കാളി എത്ര, ഇപ്പോൾ 2 പീസേ ഉള്ളൂ, നമുക്ക് 1 കിലോ തക്കാളി വാങ്ങിക്കണം. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ആപ്പിൽ പറയും ഫ്രിഡ്ജിനകത്ത് എന്തിരിക്കുന്നു, AI ടെക്നോളജി പ്രകാരമാണ് കിട്ടുന്നത് കംപ്ലീറ്റ്. അത് സെൻസ് ചെയ്ത് നമ്മുടെ എന്താ പറയുക വൈഫൈ ത്രൂ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ വരെ നമ്മുടെ മൊബൈൽ ത്രൂ കണ്ട്, അപ്പോൾ പാല് 1/2 ലിറ്റർ പാലേ ഉള്ളൂ, അത് 1/2 ലിറ്റർ കൂടി വാങ്ങിക്കണം, അല്ലെങ്കിൽ ജ്യൂസ് കഴിഞ്ഞു ജ്യൂസ് വാങ്ങിക്കണം, എന്തെല്ലാം ക്വാണ്ടിറ്റി അത് പ്രോഗ്രാം ചെയ്ത് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഫാസ്റ്റ് ടെക്നോളജി ആയി. അപ്പോൾ അതൊരു ടെക്നോളജി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഉപഭോക്താവിനെ സംബന്ധിച്ച് എല്ലാ അഡ്വാൻസ് ടെക്നോളജിയുള്ള സാധനങ്ങൾ വരുന്നത്. അതാണ് കുട്ടികൾ ഡിസൈഡ് ചെയ്യുന്നത്. വീട്ടിൽ ഇന്ന സാധനങ്ങൾ ഇന്ന ഫ്രിഡ്ജ് നമുക്ക് വേണം അതുകൊണ്ട്. അതേപോലെ വാക്യൂം ക്ലീനർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയ റോബോട്ട് ടൈപ്പ് വാക്യൂം ക്ലീനർ. അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വീടിൻ്റെ കാര്യങ്ങൾ നമ്മൾ മാപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീടിനകത്ത് പോയി അത് ക്ലീൻ ചെയ്ത് വരും. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡസ്റ്റ് ബിന്നിൽ കൊണ്ട് തട്ടും, വീണ്ടും പോയി അത് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻസ്. പണ്ട് വാക്യൂം ക്ലീനർ നമ്മൾ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്ത് ചെയ്യണം. ഇപ്പോൾ അത് വേണ്ട, സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് റീചാർജ് ചെയ്യും,
ഓട്ടോമാറ്റിക് അത് ഓടി നടന്ന് കംപ്ലീറ്റ് പോയി റൂമിനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി വർക്ക് ചെയ്ത് ക്ലിയറായി തിരിച്ച് വീണ്ടും വരും, ടെസ്റ്റ് കൊണ്ട് ടെസ്റ്റ് ബില്ല് തട്ടും, വീണ്ടും തിരിച്ചും. അപ്പോൾ അത്രയും അഡ്വാൻസ് ടെക്നോളജി ആയി കഴിഞ്ഞു. അതാണ് ഇലക്ട്രോണിക് യുഗം ഇങ്ങനെ ഫാസ്റ്റായി വന്നിരിക്കും. ഇപ്പോൾ കാറിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഡ്രൈവറില്ലാത്ത കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഡ്രൈവറില്ലാത്ത കാർ വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എന്തെല്ലാം അഡ്വാൻസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുക. ഈ അഡ്വാൻസ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നിലവിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവയുണ്ട്, അവയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകളെ കൊണ്ടുവന്ന ഒന്നാണ് ഗോപു നന്ദിലത്ത്. ഇവിടെ ഈ വീട്ടിലിരിക്കുമ്പോൾ താങ്കളുടെ ജീവിത സഖിയായിട്ടുള്ള ഷൈനി ഗോപു നന്ദിലത്തും അതുപോലെ തന്നെ മകൾ ഐശ്വര്യമൊക്കെ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നാൽ നന്നായിരിക്കില്ലേ? ഒരു വീട്ടിലെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു കുടുംബനാഥന് ഉപകാരപ്പെടുന്ന രീതിയിൽ എളുപ്പത്തിലാക്കുന്ന ഇങ്ങനെ ഒന്നും കൊണ്ടുവന്നാൽ നന്നായിരിക്കില്ലേ? അപ്പോൾ അത് ഓൾറെഡി ഉണ്ടാവണമെന്നില്ല, എന്നാൽ ഇങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഒന്ന് ഉണ്ടാക്കിക്കൂടെ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവാറുണ്ടോ? അല്ല, തീർച്ചയായും. ഞാനിപ്പോൾ പല ഇൻ്റർനാഷണൽ എക്സിബിഷനൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഓരോ ടെക്നോളജി, അപ്പോൾ ഞാൻ അമേരിക്കയിൽ CS എക്സിബിഷൻ ഉണ്ട്, അപ്പോൾ ഇതിൽ ഐഫ അവാർഡിന് സെലക്ഷൻ്റെ ഇതിന് പോകാറുണ്ട്. അതുപോലെ ചൈനയിൽ കാൻഡം ഫെയറിന് പോകാറുണ്ട്. അപ്പോൾ അമേരിക്കയിലും ചൈനയിലൊക്കെ പോയിട്ട് ഓരോ വലിയ എക്സിബിഷനൊക്കെ കാണും. അപ്പോൾ അവിടെ അഡ്വാൻസ് ടെക്നോളജി മോഡൽസ് കാണും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വരാനായിട്ട് എത്ര എളുപ്പമാണ്. പണ്ടൊക്കെ നമ്മളവിടെ ഒരു എക്സിബിഷന് പോയി കണ്ടു കഴിഞ്ഞാൽ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് വരാം. ഇപ്പോൾ ചൈനയിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇന്ത്യയിൽ അപ്പോൾ തന്നെ ഇറങ്ങും. പുറത്ത് നമ്മളിപ്പോൾ US ഞാൻ ഇതിൽ പോകുമ്പോൾ എക്സിബിഷന് പോകുമ്പോൾ അവിടെ ചെന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം നിമിഷം സമയം അടുത്ത മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം ആപ്പിൾ 17 വന്നു, 18 വന്നു. ഇതൊക്കെ എന്താ ഫാസ്റ്റായിട്ടാണ് വരുന്നത്. ഇന്ത്യയിൽ ഇറങ്ങണം, അവിടെ ഇറങ്ങണം. ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, സാംസങ്ങിൻ്റെ മൊബൈൽ ഇറങ്ങി, ഓൾ ഓവർ വേൾഡാണ് ഇറങ്ങുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും ടെക്നോളജി ഫാസ്റ്റായിട്ട്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. മനസ്സിലായില്ലേ? ഇന്ത്യ എന്ന് കൺസ്യൂമർ, കേരള ആയാലും കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കൺട്രിയാണ്. അപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിപണനം നടക്കണം. എന്നുവെച്ചാൽ ജനസംഖ്യ പോപ്പുലേഷൻ അത്രയുണ്ട്. അപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾ ഐറ്റം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ 2 രാജ്യങ്ങളാണ്, ഒന്ന് ചൈന, ഒന്ന് ഇന്ത്യ വേൾഡിൽ. എന്നുവെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വിറ്റ് പോകണമെങ്കിൽ ഇത്രയധികം ഫാസ്റ്റായിട്ട് വിൽക്കില്ല. ഇന്ത്യയിൽ ഏത് കൺസ്യൂമർ ഐറ്റം പുതിയത് ഇറങ്ങി കഴിഞ്ഞാൽ, കൺസ്യൂമർക്ക് വേണ്ട ഐറ്റം ഇറങ്ങിയാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വിപണനം നടത്തും. ഇപ്പോൾ മൊബൈൽ എത്ര ലക്ഷക്കണക്കിന് മൊബൈലാണ് വിറ്റ് പോകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാനൊരു മാനുഫാക്ചർ ആണെങ്കിൽ ഞാനൊരു തീപ്പെട്ടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു തീപ്പെട്ടിയാണ് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നത്. ഞാൻ തീപ്പെട്ടി മാനുഫാക്ചർ ചെയ്താൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 135 കോടി ജനസംഖ്യയുണ്ട്. അതിൽ 0.1% ആൾക്കാർ മേടിച്ചാൽ മതി ആ തീപ്പെട്ടി. എത്ര കോടിക്കണക്കിന് തീപ്പെട്ടി പോകും? ഉദാഹരണം മനസ്സിലാക്കൂ. അപ്പോൾ ഇന്ത്യ ഒരു കൺസ്യൂമർ ഒരു കൺട്രിയാണ്, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് വിറ്റഴിക്കാൻ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈസിയാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, തീപ്പെട്ടി ഉണ്ടാക്കിയെന്ന് പറയാൻ കാരണം ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഏത് ആളൊരു മാനുഫാക്ചറിങ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 0.1% ആൾക്കാർ വാങ്ങിച്ചാൽ മതി ഉപഭോക്താവ്. നമ്മൾ 135 കോടി ആൾക്കാർ വാങ്ങിക്കാൻ ഞാൻ പറയുന്നില്ല. അത്രയും ആൾക്കാർ വാങ്ങിച്ച് ഇന്ത്യയിൽ എത്ര പേര് വിൽക്കാൻ പറ്റും? കേരളത്തിലാണ് എത്ര ജനസംഖ്യ? 3-3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടി ജനങ്ങൾ 1% ജനങ്ങൾ വാങ്ങിച്ചാൽ മതി ആ തീപ്പെട്ടി. എത്ര തീപ്പെട്ടി വിൽക്കാൻ പറ്റും? അതല്ലേ വിപണനം. അത് ചിന്തിക്കണം. അപ്പോൾ ഏത് സാധനം ഒരു ആൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് വിൽക്കാൻ ഈസിയാണ്. കാരണം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ വാങ്ങിക്കും തീർച്ചയായിട്ടും. അത് വിപണനം ചെയ്യാനുള്ള നമ്മുടെ ഏജൻസിയും കാര്യങ്ങളും അത് കൊടുക്കുന്നതനുസരിച്ച്. ഇപ്പോൾ ഞാനെന്ത് ട്രേഡറാണ്, ഞാൻ എല്ലാ കമ്പനിയുടെയും പ്രൊഡക്റ്റ് വാങ്ങിച്ച് വിൽക്കുന്ന ഒരാളാണ്. 44 വർഷമായിട്ട് നമ്മൾ ഈ സാധനം വിപണനം നടത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജനങ്ങളെ അർപ്പിച്ച വിശ്വാസമാണ് ഗോപു നന്ദി ജിമാർട്ടിൻ്റെ വിജയരഹസ്യം. ഇന്ന് ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാഫാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വിപണന രംഗത്ത് സ്ട്രോങ് ആയി നിൽക്കുന്നത്. നല്ല സ്റ്റാഫുകൾ ഉണ്ടെങ്കിലേ സ്ഥാപനം മുന്നേറുള്ളൂ. അപ്പോൾ ഒരു ഓണറും സ്റ്റാഫും എന്തായാലും ദൃഢമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം ഞങ്ങൾ ജനങ്ങളിൽ അർപ്പിക്കണം. ജനങ്ങളും അതുപോലെ തന്നെ കസ്റ്റമറും ഞങ്ങൾ അതുപോലെ ആ വിശ്വാസം ഉണ്ടെങ്കിലേ ഗോപു നന്ദി ജിമാർട്ടിൽ വരുള്ളൂ. ജിമാർട്ട് കുറേ പരസ്യം കൊടുത്തു, കുറേ സ്റ്റോക്ക് വെച്ചു, കസ്റ്റമർ വരില്ല. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ, ഒരു ബിസിനസ് മാൻ്റെ ഒക്കെ വേണ്ട ക്വാളിറ്റി എന്താ? സ്മൈലിങ് ഫസ്റ്റ്. നല്ല ചിരിച്ച മുഖത്തോട്, പുഞ്ചിരിച്ച മുഖത്തോടു കൂടി കസ്റ്റമർ സ്വീകരിക്കുമ്പോൾ ആ കസ്റ്റമർ ആയിരിക്കും അവിടുത്തെ വരുന്ന ഏറ്റവും വലിയതാണ്. ഇന്നിപ്പോൾ തിരുവോണത്തിൻ്റെ അന്നും എല്ലാ ഷോറൂമും തുറന്നിരിക്കുന്നു. ഈ പറഞ്ഞ സ്റ്റാഫുകൾ അവിടെ പറഞ്ഞ ചിരിയോടുകൂടി ഉണ്ടല്ലേ? തീർച്ചയായും. ഞാൻ ഉച്ചയ്ക്ക് ശേഷം എല്ലാ തിരുവോണത്തിനും തുറക്കാറുണ്ട്. അതിനുള്ള ഇൻസെൻറ്റീവ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ബെനിഫിറ്റ് കാര്യങ്ങൾ കൊടുക്കും. അവർക്കറിയാം
ഒരു തിരുവോണ സമയത്തൊക്കെ ഞങ്ങളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സീസൺ ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സീസൺ വരുമ്പോഴാണ് മാക്സിമം ബിസിനസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവർ ആ സമയത്ത് വരും, ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞാൽ ഉച്ച വരെയുള്ള അവർക്ക് അവധി കൊടുത്തിട്ട് വരാൻ പറ്റുന്ന സൗകര്യമുള്ള സ്റ്റാഫുകളൊക്കെ വരാൻ പറയും. വന്നു കഴിഞ്ഞാൽ അവർ അതിനുള്ള കാര്യങ്ങൾ തിരുവോണത്തിന് വന്ന് അവർ ബിസിനസ് ചെയ്യും. അതിന് വേറെ ദിവസം അവധി അവർക്ക് വേറെ കൊടുക്കും. ഇതിപ്പോൾ തിരുവോണത്തിന് നിന്ന് വർക്കിംഗ് ചെയ്താൽ അതിന് ഡബിൾ സാലറി കൊടുക്കും. കൂടാതെ അതിന് വേറൊരു ദിവസം കൂടി അവർക്ക് ലീവ് എക്സ്ട്രാ എടുക്കാം. അപ്പോൾ അവർക്കും അത് ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം നമുക്ക് ഉപഭോക്താവാണല്ലോ നമ്മുടെ വലുത്. അപ്പോൾ നമ്മളെ കസ്റ്റമർ പലരും ലീവിന് വരുന്ന ആൾക്കാരുണ്ട്. പകലം വഴി പുറത്തുനിന്നുള്ള ആൾക്കാർ ലീവിന് വരാം, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ലീവിന് വരാം. അപ്പോൾ വീട്ടിൽ വന്ന് ടി വി ഒന്ന് ഉച്ചയ്ക്ക് ഊണ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തോന്നണം ടി വി ഒന്ന് മാറണം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒന്ന് മാറണം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഒന്ന് മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ AC ഒന്ന് മാറണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിക്കുക. അപ്പോഴാണ് ചിന്തിക്കുക മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അച്ഛനൊരു അല്ലെങ്കിൽ അമ്മ ഒരു ടി വി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മകനൊരു ടി വി വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഉപഭോക്താവ് ആ സമയത്തായിരിക്കും ആലോചിക്കാൻ മേടിക്കുന്നത്. ആ തിരുവോണ നാളിൽ തന്നെ വാങ്ങിക്കാൻ നല്ല ഐശ്വര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ എന്ത് പറയും, കസ്റ്റമറോട് സ്റ്റോക്കുകളെല്ലാം തുറന്ന് വർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഉപഭോക്താവ് വന്ന് ഈസി ആയിട്ട് വാങ്ങിക്കാം. അന്നത്തെ ദിവസം നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും പോവും, എല്ലാം പോവും. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫുകളോട് പറഞ്ഞ് മനസ്സിലാക്കി, മക്കളെ നമുക്ക് ഇന്നൊരു ബിസിനസ് കിട്ടുന്ന ദിവസമാണ്, നമ്മൾ ഇന്ന് തുറക്കുക, അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ ലീവ് എടുത്തോളൂ, അതൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബിസിനസ്സും കൂടി ഉപഭോക്താവിന് ഏറ്റവും നല്ല സൗകര്യം നമ്മളെന്താ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഇത്. ഈ ഉപഭോക്താവിൻ്റെ മനസ്സിൻ്റെ ഒരു പടി കടന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് ആ ചിന്താശേഷിയും ഭാവനാശക്തിയും എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഉദാഹരണത്തിന് പിതാവിൽ നിന്നല്ല എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, SI ആയിരുന്നു. സഹോദരനുമായി ചേർന്നിട്ടാണ് ഈ പറഞ്ഞ ബിസിനസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഇങ്ങനൊരു ഭാവനാത്മകമായ മനസ്സ് ശ്രീ ഗോപു നന്ദിലത്തിനുണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാൻ പഠിത്തം കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. ഡൽഹിയിൽ പോയിട്ടാണ് ഡിപ്ലോമയൊക്കെ എടുത്തത്. ഡിപ്ലോമ എടുത്ത കാലത്താണ് ഞാൻ അവിടെ കേബിൾ, ആൻറ്റന, ബൂസ്റ്റ് വയറൊക്കെ ഞങ്ങൾ മാനുഫാക്ചറിങ്ങിൻ്റെ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് യുഗം തന്നെ പഠിക്കാൻ കാരണം. പിന്നീട് 1982 കേരളത്തിൽ ലോ പവർ സ്റ്റേഷൻ വന്നു. ആ സമയത്താണ് ഞാൻ ബിസിനസ്സിൽ കേരളത്തിലേക്ക് വരുന്നത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ലോ പവർ ആയതുകൊണ്ട് ഇങ്ങനെ TV ഒരെണ്ണം തുടങ്ങുന്നുള്ളത്. അങ്ങനെ എൻ്റെ ബ്രദറിലോ ആയിട്ട് ഞങ്ങൾ ചെറിയ പാറയിൽ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ആദ്യം തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് മാറിയതിന് ശേഷമാണ് 83-84 കാലഘട്ടത്തിലാണ് നന്ദിലത്ത് ഏജൻസീസ് ഒന്ന് ഞാൻ തുടങ്ങാൻ കാരണം. അപ്പോൾ അന്ന് എന്താ ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തുടങ്ങിയ ബിസിനസ് എനിക്ക് അന്ന് നേടണം, മുന്നേറണം, നല്ല രീതിയിൽ കൊണ്ടു കിടക്കണം, ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര ജിജ്ഞാസയാണ്. എല്ലാത്തിനും എന്ത് കാര്യത്തിനെ കുറിച്ച് അറിയുക. അന്ന് കാലത്തെ സെയിൽസ്മാൻ ഞാൻ തന്നെയാണ്, ബില്ല് എഴുത്തും ഞാൻ തന്നെയാണ്, കസ്റ്റമറോട് ഡീൽ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുക. ഞാനും എനിക്കൊരു 7 സ്റ്റാഫുണ്ട് അന്ന് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 7 സ്റ്റാഫിൻ്റെ ഒപ്പം ഞാൻ അവരെ കൂടാതെ അവരൊരു എന്താ പറയുക തൊഴിലാളി മുതലാളി എന്നതിനില്ല, എല്ലാവരും കൂടെ നിന്ന് ഞാൻ ജോലി ചെയ്യും. അങ്ങനെ ജോലി ചെയ്ത് പഠിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കസ്റ്റമർ ഡീൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കസ്റ്റമറെ പരാതി ആയാലും എന്ത് പ്രശ്നമായാലും ഞാൻ അപ്പോൾ തന്നെ ഡീൽ ചെയ്ത് ക്ലിയർ ചെയ്യും. ചില കേസിൽ എനിക്ക് നഷ്ടം വരും, എന്നാലും നഷ്ടമായാലും ഞാൻ കൊടുക്കും, കാര്യങ്ങൾ ചെയ്യും. കസ്റ്റമർ പൈസ കുറവാണെന്ന് പറഞ്ഞാലും കൊണ്ടുകൊള്ളാൻ പറയും. അന്ന് കാലത്തൊക്കെ കടം കൊടുക്കും. അന്ന് ലോൺ കൊടുക്കുന്ന സൗകര്യങ്ങളൊന്നുമില്ല. കടം കൊടുക്കും, കസ്റ്റമർ തരും. കുറേ തരാത്ത കസ്റ്റമറുണ്ട്, കുറേ തരുന്ന കസ്റ്റമറുണ്ട്. അതൊന്നും നോക്കാറില്ല, ബിസിനസ്സാണ് എല്ലാം നടക്കും. പക്ഷേ അന്നൊക്കെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ് ഞാൻ വെച്ചടി കയറിയത്. അങ്ങനെ ഓരോ പടി കയറുന്തോറും ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മുന്നോട്ട് തന്നെ വെച്ച കാലം മുന്നോട്ട്. ഒരു ചുവട് വയ്ക്കുമ്പോൾ നമ്മൾ ഉറച്ച കാലിൽ വയ്ക്കും. അതാണ് നമ്മളിത്. അത് 2004 ഏറ്റവും ഇഷ്ടപ്പെട്ട വർഷം? 2004 ടേണിംഗ് പോയിൻറ്റ്, ജിമാർട്ടിൽ നിന്ന് ടേണിംഗ്. അതിന് മുമ്പായിട്ട് ഞങ്ങളിപ്പോൾ ഈ പട്ടാമ്പി, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ കുറുപ്പ് റോഡ്, ന്യൂനന്തിലത്ത്, TV വേൾഡ് ഒക്കെ തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ റെഡിമെയ്ഡ് ഷോപ്പും തുടങ്ങി. റെഡിമെയ്ഡും കുറച്ച് നാൾ നടത്തി. പിന്നെ റെഡിമെയ്ഡിൽ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, എൻ്റെ മകനും മകളൊക്കെ ജനിച്ച സമയം, കൊച്ചുകുട്ടികൾ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ റെഡിമെയ്ഡ് ഞാൻ വിഡ്രോ ചെയ്തു. അല്ലെങ്കിൽ റെഡിമെയ്ഡിൽ നല്ലൊരാളായി മാറി. റെഡിമെയ്ഡ് ഷർട്ട്സൊക്കെ നന്നായി ചെയ്യുന്നത്, അത് ചുടിദാറും അതൊക്കെ നന്നായി ഞാൻ ചെയ്തിരുന്നതാണ്. ഒരു 5-6 വർഷം നല്ല രീതിയിൽ കൊണ്ടു നടന്നു. മകനെയും മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ശ്രീ ഗോപു നന്ദിലത്തിൻ്റെ മനസ്സിൻ്റെ അതേ വഴിയിലൂടെ തന്നെ പോകുമ്പോൾ തന്നെ അവർ വ്യത്യസ്തമായിട്ടുള്ള ചിന്താശേഷിയൊക്കെ പ്രകടിപ്പിച്ചിട്ട് കൂടുതൽ പരിഷ്കരിക്കുന്നതിനുള്ള ഒരു മുന്നോട്ട് പോക്കൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടോ? പിന്നെന്താ, മകനും മകൾ, ഇപ്പം മകള് BTech MBA ആണ്. മകൾ പഠിത്തം കഴിഞ്ഞു, മാരേജ് കഴിഞ്ഞ ശേഷം ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങട്ടെ അച്ഛൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്. അച്ഛനും മകളും എന്ന് പറഞ്ഞ ബന്ധം വീട്ടിൽ മാത്രമാണ്. ഓഫീസിൽ വന്ന അച്ഛനും മകളും അല്ല. കാരണം മകളും അല്ല എന്നല്ല, നിങ്ങൾ ബിസിനസ്സിൽ കണ്ണിങ്ങായ കാര്യങ്ങൾ ചെയ്യണം. അതിനകത്ത് അച്ഛൻ്റെ സ്നേഹപ്രകടനം മാത്രം നിന്ന് ലാളിച്ച് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല ബിസിനസ്. അപ്പോൾ അവിടെ പറയേണ്ട കാര്യങ്ങൾ പറയണം, കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ. പക്ഷേ മകൾ നന്നായി നോക്കി നടത്തുന്നു, കാര്യങ്ങളെല്ലാം മിടുക്കിയായിട്ട് നടത്തുന്നു. അവളിപ്പം ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ സെയിൽസ് നോക്കുന്നുണ്ട് ഫുള്ളായിട്ട്. പിന്നെ അതുപോലെ ഓൺലൈൻ മാധ്യമം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മകൾ നന്നായി ഭംഗിയായിട്ട് അവളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവൾ ഭംഗിയായി കൂടി കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ ആ പേരിട്ടത്?
അല്ലല്ല, ചെറുപ്പത്തിൽ അവൾ ജനിച്ചപ്പോൾ ഐശ്വര്യ എന്നുള്ളൊരു പേരിട്ടു. ഐശ്വര്യ നന്ദിലത്ത്, ഐശ്വര്യ എന്നുള്ള പേരിട്ടു. വീട്ടിൽ വിളിക്കുന്നത് മാളു എന്നാണ്. അന്ന് മാളൂട്ടി ഫിലിം ഇറങ്ങിയ സമയമാണ്, മാളു എന്ന് വിളിക്കും. പക്ഷേ ഐശ്വര്യ എന്നുള്ള പേരിൽ കിട്ടും. അങ്ങനെ ഐശ്വര്യമായിട്ട് അവൾ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നു. മകൻ്റെ പേര് അർജുൻ. അർജുൻ ജനിച്ചപ്പോൾ അവൻ അർജുൻ എന്ന് പേരിട്ടു. അപ്പോൾ അന്ന് കാലത്ത് അർജുൻ പേര് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അവന് അർജുൻ എന്ന് പേരിട്ടു. അവൻ്റെ പേരിൽ ആനി ഉണ്ടായിരുന്നു. അവനും ഇതേപോലെ തന്നെ MBA നമ്മൾ ലണ്ടൻ UK പഠിച്ചു കഴിഞ്ഞ് വന്നു. അപ്പോൾ അവനോട് ബിസിനസ്സിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവരോട് രണ്ടുപേരും ഞാൻ ബിസിനസ് വരണമെന്ന് പറഞ്ഞിട്ടല്ല പഠിപ്പിച്ചതല്ല, അവരുടെ താല്പര്യം ബിസിനസ്സിൽ വരണമെന്ന്. അങ്ങനെ മകൻ വന്നു. മകനും ഭംഗിയായി കൊണ്ടു നടക്കുന്നത്. മകൻ ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ്. അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊബൈൽ, ലാപ്ടോപ്പ്, IT ഡിവിഷൻ്റെ ഫുൾ ചാർജാണ്. ഞാൻ നോക്കാറില്ല ഡിപ്പാർട്ട്മെൻറ്റ്. അവൻ തന്നെ അവൾ കേരള കാര്യങ്ങളെല്ലാം ചെയ്ത് ഭംഗിയായിട്ട് അവനും അവൻ്റെ ഫാമിലിയും ഭംഗിയായി കൊണ്ടു നടക്കുന്നു. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു തലമുറ നമ്മൾ വാർത്തെടുത്തു. ഇപ്പം ഞാൻ എൻ്റെ കാലശേഷം ആയാലും ശരി, ബിസിനസ് ഭംഗിയായി കൊണ്ടു നടക്കുന്ന എനിക്ക് ദൃഢവിശ്വാസമുണ്ട്. അവർക്ക് നല്ല സ്മാർട്ടും നല്ല കഴിവുള്ള കുട്ടികളാണ്. മാത്രമല്ല ഞാൻ അവരുടെ അടുത്ത് കസ്റ്റമറായാലും ആരോടും പെരുമാറിൻ്റെ രീതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ പെരുമാറുന്നുണ്ട്. ഏതവനെ കണ്ടാലും ചിരിച്ച മുഖത്തോട് സംസാരിക്കുക, ആരോടും ദേഷ്യപ്പെടരുത്. ഒരു ശത്രുവിനെ കണ്ടാലും സ്നേഹത്തോട് സംസാരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാറ്. കാരണം ഒരാളോട് ശത്രുത വയ്ക്കരുത്. ജീവിതത്തിൽ ആരും ശത്രുക്കൾ ഉണ്ടാവരുത്. നമ്മൾ ശത്രുക്കളായാലും ശത്രുക്കൾ നമ്മളായിട്ട് ഉണ്ടാക്കരുത്. ഒരു കാര്യം എന്തുണ്ടെങ്കിലും നമ്മൾ ആരോടും ശത്രുത കാണിക്കുകയാണ്. ബിസിനസ്മാൻ്റെ രീതി എന്താണ്? എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുക. സ്റ്റാഫിനെ ആയാലും കസ്റ്റമറെ ആയാലും അതുപോലെ മറ്റുള്ള ഏത് കാര്യത്തിലായാലും നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി നടന്നാൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ തന്നെ താൻ പാതി ദൈവം പാതി, ദൈവം ഈശ്വരാനുഗ്രഹവും എല്ലാം കൂടി ഉണ്ടെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പ്രയാസം ഉണ്ടാവില്ല. നല്ല രീതിയിൽ കൊണ്ടുനടക്കാനുള്ള കഴിവും കാര്യങ്ങളുള്ള കുട്ടികളാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിക്കേണ്ട 44 വർഷം മുമ്പ് ഇത് ആരംഭിക്കുന്ന സമയത്ത് ഒപ്പം സമാന്തരമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുള്ള പലരും ഇന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ മരിച്ചുപോയി എന്നല്ല. ആ സ്ഥാപനങ്ങൾ പിന്നീട് ഇല്ലാതായി. അത് ഇല്ലാതായത് ഒരു പക്ഷേ ഈ പറഞ്ഞ ഒരു ചിരിച്ച മുഖത്തോടുകൂടി സമീപിക്കാൻ കഴിവില്ലായ്മ, പ്രായോഗികതയോടുകൂടി ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ അപ്പോഴേ കാണാൻ കഴിയുക, ഇതൊക്കെ ആയിരിക്കുമോ? 3 കാര്യമാണ് ബിസിനസ്സിൽ. ഒന്ന് സത്യസന്ധത. നമ്മൾ ഏതൊരു ജോബ് ചെയ്യണമെങ്കിൽ വളരെ സത്യസന്ധതയോടു കൂടി ഇരിക്കണം, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്തിനനുസരിച്ച് ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഷോറൂമിൽ ഗ്ലാസ്സുള്ള ഷോറൂമാണ്. ഗ്ലാസ് എന്ന് വെച്ചാൽ എല്ലാ ഷോറൂമിൻ്റെ നമ്മുടെ ഷട്ടറിൻ്റെ അവിടെ ഗ്ലാസ് ഫുള്ളുണ്ടാവും. ഈ ഗ്ലാസ്സുള്ള ഷോറൂമുകളിൽ കസ്റ്റമർ കയറില്ല. കാരണം എന്താ? കസ്റ്റമർക്ക് പേടിയാണ്. അന്ന് ഗ്ലാസ്സുള്ള ഷോറൂമിൽ കയറാൻ പേടി, AC ഉള്ള ഷോറൂമിൽ കയറാൻ പേടി. അപ്പോൾ എൻ്റെ ഷോപ്പിൽ അന്ന് AC ഉണ്ട്. 82, 84 കാലഘട്ടത്തിൽ ഞാൻ AC വെച്ചിട്ടുണ്ട്. പ്ലസ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. കസ്റ്റമർ പേടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? AC ഓഫ് ചെയ്തിട്ട് ഗ്ലാസ്സൊക്കെ തുറന്നു വയ്ക്കും. ഡോറൊക്കെ തുറന്നു വയ്ക്കും. കാരണം വേറെ ഒന്നുമില്ല, കസ്റ്റമർക്ക് പേടി, അവിടെ വില കൂടുതലാണ്, വില കുറവ്. പക്ഷേ അതിനൊരു മാറ്റം ഞാൻ കൊണ്ടുവന്നു. കസ്റ്റമർക്ക് വില കുറവ് എന്നുള്ളത്. ഗോപു നന്ദിലത്തെ ജിമാർട്ടിൽ നന്ദിലത്തിൽ വില കുറവ് എന്നുള്ള പരസ്യം ചെയ്തു. പിന്നെ ഒരു കസ്റ്റമർ മൗത്ത് പബ്ലിസിറ്റി എന്താ വെച്ചാൽ, ഈ കസ്റ്റമർ വന്ന് വാങ്ങിച്ചു, ഒരു കസ്റ്റമർ വന്ന് പോയി, അടുത്ത കസ്റ്റമർ വരാനായിട്ട് ഇവിടെ വില കുറവാണ്. പിന്നെ അന്ന് നമ്മൾ പ്രൊഡക്റ്റുകളൊക്കെ കസ്റ്റമർക്ക് ഓരോന്നിൻ്റെ കൂടെ ഓരോ സാധനങ്ങളൊക്കെ പാക്കേജ് സ്കീമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളൊന്ന് വിറ്റു. പിന്നെ ഉപഭോക്താക്കൾ തമ്മിൽ പരിചയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതിയായിട്ട് കസ്റ്റമർ വരാൻ നല്ല സർവീസ് കൊടുത്തു. അങ്ങനെയൊക്കെ വന്ന് ആ ചേഞ്ചസ് മാറ്റെടുത്തു. അപ്പോൾ കസ്റ്റമറിൽ ഒരു വിശ്വാസ്യത അർപ്പിച്ചു. ജിമാർട്ട് അന്ന് നന്ദിലത്തെ ഏജൻസി എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. പക്ഷേ ആ സ്ഥാപനം വളരെ രീതിയിലൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് നമുക്ക് 14,000 സ്റ്റാഫും അതേപോലെ 67 ഷോറൂമിലേക്ക് നമുക്ക് എത്തിപ്പെടാനും ഇനിയിപ്പോൾ 100 ഷോറൂമിലേക്ക് എത്താനും. പിന്നെ ഈ കാലത്തിനനുസരിച്ച് മറ്റൊരൊന്നും ഇല്ല എന്ന് പറയാൻ വെച്ചാൽ അവർ ആ കാലത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവന്നില്ല. അതാണ് അവർക്ക് പറ്റിയത്. മറ്റേ കോമ്പറ്റീറ്റർക്ക് പറ്റിയത് എന്താണ്? നമ്മളെപ്പോഴും ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ ഏത് ബിസിനസ്മാനോടും പറയുന്ന ഒരു കാര്യം എന്താ, നമ്മൾ ഓരോ പൈസ നമ്മളിപ്പോൾ 100 രൂപ സമ്പാദിച്ചാൽ അതിൽ നമ്മളൊരു ആ 100-ൽ 50 റുപ്യെങ്കിലും നമ്മൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കും ഷോറൂം ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവാക്കണം. നമ്മൾ 100 നമ്മൾ പ്രോഫിറ്റാക്കി മാറ്റരുത്. അതിൽ ബാക്കി ചിലവുണ്ടായിരിക്കും. ബാക്കി 10 രൂപ 5 രൂപ നമുക്ക് സമ്പാദിക്കുമ്പോൾ അത് മതി. പക്ഷേ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ ചിലവാക്കി അതിലുള്ള ദിനംപ്രതിയുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കുറേയൊക്കെ സ്റ്റാഫിനും കാര്യങ്ങളും കൊടുത്ത് ബാക്കിയുള്ള അഡ്വർടൈസ്മെൻറ്റും കൊടുത്ത് എല്ലാ രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഓരോ ഗ്രൂപ്പും വളരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ഓരോ കാര്യത്തിലും ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരണം. അതാണ് നമുക്ക് വേണ്ടത്. ഈ തിരുവോണത്തിൻ്റെ ഈ ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും താങ്കൾ പറയുന്നത്
ഈ തിരുവോണത്തിൻ്റെ അന്ന് പോലും നന്ദിലത്ത് ഷോറൂമിലേക്ക് വരിക, ഒന്നും വാങ്ങണമെന്ന് നിർബന്ധമില്ല, അവിടെ വരിക, കാണുക, ഓരോ പുതിയ ടെക്നോളജി എന്തൊക്കെ രീതിയിൽ വികസിക്കുന്നുവെന്ന് മനസ്സിലാക്കുക, ഉൽപ്പന്നങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കുക, വില മനസ്സിലാക്കുക, തിരിച്ചു പോവുക, മറ്റൊരു ദിവസം വന്ന് വാങ്ങിയാൽ മതി എന്നാണോ? അപ്പോൾ ഒരു സന്ദർശനമാണോ അതിൽ പ്രധാനം? അല്ലല്ല, അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മുടെ ഷോറൂമിൽ വരാം. വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഒരു കസ്റ്റമർ വെറുതെ വരില്ല. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ ഷോറൂം, ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഒരു കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വെറുതെ വന്ന് ഷോറൂമിൻ്റെ ഭംഗി കണ്ടുപോയില്ല. ആ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്. ഒരു ടി വിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ മിക്സിയോ ഗ്രൈൻഡറോ അല്ലെങ്കിൽ ഒരു മൊബൈലോ ലാപ്ടോപ്പോ എന്തെങ്കിലും സാധനം ഉപഭോക്താവിന് ആവശ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര ടൈം ഹറിബറി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വെറുതെ ഷോറൂം വന്ന് പോവില്ല. ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും അല്ലെങ്കിൽ അടുത്ത മാസമായാലും ഒരു ഉപഭോക്താവിന് ആ സാധനം ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ എൻക്വയറിക്കായിട്ട് വരാം, അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി വരാം. പക്ഷേ വരുമ്പോൾ നമ്മുടെ സെയിൽസ്മാൻ അല്ലെങ്കിൽ നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ മാനേജേഴ്സ് ചിരിച്ച മുഖത്തോടുകൂടി അവരെ സ്വീകരിച്ച് അവർക്കുള്ള ആവശ്യമുള്ള പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്ത് എന്താണ് അതിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് പിന്നെ അവർ അപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യകതകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കസ്റ്റമർ ഡീൽ ചെയ്യുക. അതേപോലെ ടി വി ആയാലും ഇപ്പോൾ ഒരു കസ്റ്റമർ ഉപഭോക്താവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇപ്പോൾ 32 ഇഞ്ച് ടി വി മേടിക്കാൻ വന്നൊരു കസ്റ്റമറാണെങ്കിൽ നമ്മൾ ആ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കും, സാറ് 32നേക്കാളും കൂടുതൽ 43 അല്ലെങ്കിൽ 55 അതിൽ ഇന്ന ടെക്നോളജി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അഡ്വാൻസ് ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പ്ലസ് അവർക്ക് നമ്മൾ ഈ ഇപ്പോഴത്തെ പഴയ പോലെയല്ല, ഈസി ഫൈനാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് മന്ത്ലി അടച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ ടി വി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് വലിയ ടി വി, ഇപ്പോൾ 32 മേടിക്കാൻ വന്ന കസ്റ്റമർ 32ൻ്റെ പൈസ കൊണ്ടുവന്നാൽ ആ പൈസ തിരിച്ചു കൊണ്ടുപോകാം. കുറച്ച് പൈസ മാത്രം അടച്ച് ബാക്കി തവണ വ്യവസ്ഥയിൽ അടച്ചാൽ മതി. അതിന് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 32 ഇഞ്ചിൻ്റെ ടി വി ഫുൾ ക്യാഷിൽ മേടിക്കാൻ വന്ന കസ്റ്റമർക്ക് അതേ വിലയിൽ കുറച്ച് പൈസ മാത്രം 1/3 ചെറിയൊരു പൈസ മാത്രം അടച്ചിട്ട് വലിയ ടി വിയിൽ കൊണ്ട് ഒരു 8 മാസത്തെ സ്കീമിലോ 12 മാസത്തെ സ്കീമിലോ 18 മാസത്തെ സ്കീമിലോ 24 മാസത്തെ സ്കീമിലോ കൊണ്ടുപോകാം. ഒരു രൂപ പോലും പലിശ പോലും കൊടുക്കാണ്ട്. അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് വലിയ സാധനം കിട്ടുകയും ചെയ്തു, എന്നാൽ ബാക്കി പൈസ കൊണ്ട് വേറെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സെയിൽസ്മാൻ ആ കസ്റ്റമറെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. മിക്ക കസ്റ്റമർ അത് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ ആ പൈസ ബാക്കിയുണ്ടെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ടി വിയോ മറ്റുള്ള എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കാൻ അത് ഉപയോഗിക്കാം അവർക്ക്. ഈ അയൽ സംസ്ഥാനങ്ങളിൽ തുടങ്ങാൻ പോകുന്നുണ്ടല്ലോ ഷോറൂമുകൾ, അവിടെ ഇവിടുത്തെ അതേ വിലയിൽ തന്നെ അവിടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുമോ? പിന്നെ തീർച്ചയായും ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ MRP ഒന്നാണ്. അപ്പോൾ MRP പ്രൈസിനില്ല, അതൊന്ന്. പിന്നെ അവിടെ വിൽക്കുന്ന പ്രൈസിന് മാത്രം ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും, കോമ്പറ്റീഷൻ്റെ പ്രശ്നത്തിൽ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ നല്ല മാർജിൻ കിട്ടാം, ചിലപ്പോൾ മാർജിൻ കുറവായിരിക്കാം. ഓൾ ഓവർ ഇന്ത്യ ഒറ്റ MRP ആണ്. അല്ലാണ്ട് പണ്ടൊക്കെ ഒരു കേരള സ്റ്റേറ്റിന് ഒരു MRP, തമിഴ്നാടിന് വേറെ MRP അങ്ങനെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. ഉപഭോക്താവിന് കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഓൾ ഓവർ ഇന്ത്യ ഒറ്റ MRP ആണ്. അപ്പോൾ അതുകൊണ്ട് സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല. പിന്നെ അതിൻ്റെ ഡിസ്കൗണ്ടിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ഉണ്ടാവുള്ളൂ. ഈ തിരുവോണം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം മാത്രമല്ല ഗോപു നന്ദിലത്ത് ഷോറൂമിനെ സംബന്ധിച്ച്, ജി-മാർട്ടിനെ സംബന്ധിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് 365 ദിവസവും തിരുവോണം തന്നെയായിട്ട് കരുതുന്നു. കാരണം അതിനുശേഷവും ഇത് തുടരുന്നു, വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഓഫറുകളില്ലേ? ഗോപു ജി-മാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ 365 ദിവസവും ഓഫറുകളുടെ പെരുമഴ തന്നെയാണ്. കസ്റ്റമർ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഓണ സ്കീമാണെങ്കിൽ അടുത്ത സ്കീം വരും, ദീപാവലി സ്കീം, ദസറ സ്കീം, അത് കഴിഞ്ഞാൽ ക്രിസ്മസ് ഓഫർ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ന്യൂ ഇയർ ഓഫർ, ന്യൂ ഇയർ കഴിഞ്ഞാൽ സമ്മർ ഓഫർ കഴിഞ്ഞാൽ വിഷുവിൻ്റെ ഓഫർ, ഈസ്റ്റർ ഓഫർ, ഇങ്ങനെ എല്ലാ മാസം പെരുന്നാളിൻ്റെ ഓഫർ, അങ്ങനെ ഓരോ ബലിപ്പെരുന്നാളിൻ്റെ ഓഫർ അല്ലെങ്കിൽ ഇങ്ങനെ റംസാൻ്റെ ഓഫർ, ഇങ്ങനെ ഓഫറിൻ്റെ പെരുമഴ തന്നെയാണ്. അപ്പോൾ എല്ലാ മാസങ്ങളിലും കസ്റ്റമേഴ്സിന് ഓരോ ഓഫർ ഉണ്ടാവും. അതാണ് ജി-മാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ 44 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോ തിരുവോണവും 44 വർഷം മുമ്പുള്ള തിരുവോണവും ഇന്ന് ഈ കുടുംബസമേതമുള്ള തിരുവോണവും അത് ആലോചിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ബിസിനസ്സിനൊപ്പം തന്നെ ആഹ്ലാദകരമായ ഫെസ്റ്റിവൽ സീസണുകളെ ഫാമിലി കൊണ്ടുപോയിട്ടുള്ളത്? 44 വർഷം മുമ്പുള്ള തിരുവോണം എന്ന് പറഞ്ഞാൽ ഫാമിലി എല്ലാവരും ഉണ്ടാവും. എൻ്റെ അച്ഛൻ, അമ്മ, അതേപോലെ ഞങ്ങൾ 8 മക്കളുണ്ടായിരുന്നു. മക്കളുടെ അവരൊക്കെ കൂട്ടുകുടുംബം, അവരുടെ ബന്ധുക്കൾ, കസിൻസ് എല്ലാവരും കൂടിയുള്ളൊരു ഓണാണ്. അപ്പോൾ അന്ന് വലിയൊരു ഇതാണ് ഊഞ്ഞാലാട്ടം, പൂക്കളം, അതേപോലെ പൂക്കളമിടലും, പിന്നെ അതേപോലെ കുമ്മാട്ടി വരലും, പുലിക്കളി വരലും, അതേപോലെ തന്നെ വീട്ടിൽ വലിയ അത്തക്കളമിടലും, പിന്നെ തൃക്കാർക്ക് അപ്പനെ വയ്ക്കുന്നതും, അതൊക്കെ വലിയ ആഘോഷമാണ്. അതേപോലെ കായ വറുക്കുന്നത്, അതൊക്കെ വലിയ ആഘോഷങ്ങൾ പോലെ നമ്മൾ വീടുകളിൽ ചെയ്യാം. ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഫാസ്റ്റായി കഴിഞ്ഞു, ഇലക്ട്രോണിക് യുഗം പോലെ ഫാസ്റ്റായി കഴിഞ്ഞു. ഇപ്പോൾ ഒക്കെ എല്ലാം റെഡിമെയ്ഡാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് വരെ പുറത്തുനിന്ന് ഓർഡർ കൊടുക്കും. അതേപോലെ കായ്പേരി ആണെങ്കിലും വറവാണെങ്കിലും എന്ത് സാധനങ്ങളും പാക്കറ്റ് വാങ്ങിക്കും, അല്ലേ? ഇത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ എല്ലാം സമയമില്ല ജനത്തിന്, കസ്റ്റമർ എല്ലാ ഉപഭോക്താവിനും എല്ലാവർക്കും എന്താ പറയുക, വീടുകളിലൊക്കെ ആണെങ്കിലും റെഡിമെയ്ഡ് ഓണാണ്. ഇപ്പോൾ അത്തപ്പൂക്കളം വരെ റെഡിമെയ്ഡായി കഴിഞ്ഞു, അങ്ങനത്തെ കടലാസ് പൂക്കളായി കഴിഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളായി കഴിഞ്ഞു. വളരെ ചേഞ്ചസ് ആയി. എന്താ വെച്ചാൽ
ആർക്കും സമയമില്ല. പിന്നെ കൂട്ടുകുടുംബം എന്നുള്ള ജീവിതമില്ല. ന്യൂക്ലിയസ് ഫാമിലി പോലെ എല്ലാവരും ഇൻഡിവിജ്വൽ ജീവിതമായി. എല്ലാവരും മക്കളാണെങ്കിലും അയൽ സംസ്ഥാനങ്ങളും ഏതെങ്കിലും എന്താ പറയുക മറ്റുള്ള കൺട്രീസിലും പോയി താമസിക്കുന്നു. അപ്പോൾ മക്കൾ തിരക്ക്, കുട്ടികൾ പഠിക്കാൻ പോയിരുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ശരി വന്നു കഴിച്ചു പോയി, അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് ഓണക്കോടി തന്നെ ഓണത്തിൻ്റെ എന്താ പറയുക ആ സമയത്താണ് നമ്മൾ വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് വീട്ടിൽ നമുക്ക് ഓണക്കോടിയായിട്ട് എടുക്കുക, തുണികൾ എടുക്കുക. ഇന്നതല്ല, ഒരു വിശേഷം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോയി തുണി എടുത്തു, അല്ലെങ്കിൽ സ്വർണ്ണം എടുത്തു, അതെടുത്തു. പണ്ടൊക്കെ വല്ല വിശേഷങ്ങൾ കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഡ്രസ്സ് വീട്ടിലെടുക്കുക അല്ലേ. പിന്നെ അതുമാത്രമല്ല, ഓണം വരുമ്പോഴാണ് അച്ഛനമ്മയും നമുക്ക് പുതിയ ഓണക്കോടി എന്ന് പറഞ്ഞ് എടുത്ത് തരാം. ഇന്ന് അതല്ല, കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും ഓണക്കോടി എടുക്കില്ല. എവിടേക്കെങ്കിലും ഒരു വിശേഷം പോയി അപ്പോൾ പോയി തുണിക്കടയിൽ പോയി സാധനം എടുത്തു, അല്ലെങ്കിൽ പോയി പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ചെയ്തു. മറ്റേത് അങ്ങനെയല്ല, ഓരോ വിശേഷതും കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുക. കാര്യം പഴയ കാലം. ഇപ്പോഴത്തെ കാലം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും എന്താ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും എന്ത് സാധനം വാങ്ങിക്കാം. ഓണമാണെങ്കിലും വന്ന് ആഘോഷിച്ച് കഴിഞ്ഞു പോയി. ഓണത്തിനൊക്കെ എല്ലാവരും ഇപ്പോൾ പോയി കാറ്ററിംഗ് സർവീസിനെ ആഘോഷിച്ച് ഹോട്ടലുകളിൽ പോയി വർഷം കഴിഞ്ഞു. ഓണസദ്യയൊക്കെ ഹോട്ടലുകളിൽ പോയി ഹോട്ടലിൽ വെച്ചാൽ ഓരോ സ്ഥലത്ത് ഓണക്കിറ്റ് വെച്ചു, അല്ലെങ്കിൽ ഓണത്തെ സദ്യ ഏർപ്പാട് ചെയ്തു, കഴിച്ചു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യും എല്ലാവരും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും കുക്ക് ചെയ്യട്ടെ. എൻ്റെ വൈഫ് ഇന്ന് ഓണത്തിന് എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വൈഫാണ് കംപ്ലീറ്റ് എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും എല്ലാവരും സൗകര്യം കുറവ്. അപ്പോൾ അതുകൊണ്ട് ജീവിതം ഇതൊക്കെ ചെയ്യാൻ തന്നെ ഇപ്പോൾ കിറ്റ് 5 പേർക്കുള്ള കിറ്റ് വാങ്ങിച്ചു. ആ കിറ്റ് വാങ്ങിച്ച് എല്ലാവരും കൂടി കഴിച്ചു. അതാണ് ഇപ്പോഴത്തെ ഓണം. നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഒരു വെളുത്ത കുപ്പായവും വെളുത്ത മുണ്ടൊക്കെ ധരിച്ച് വളരെ മാന്യമായിട്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ താങ്കൾക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുണ്ടൊക്കെ മടക്കി കുത്തി ഫുട്ബോൾ കളിക്കുന്ന, ഏറ്റവും പ്രിയപ്പെട്ട കാറുകളുടെ വിപുലമായ ശേഖരവുമായിട്ട് വലിയ വേഗത്തിൽ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന, ഏറ്റവും പ്രിയപ്പെട്ട ഗജകേസരികൾക്കൊപ്പം ചെലവഴിക്കുന്ന ഒരു ഗോപുനന്ദിലത്തിനെ കുറിച്ച് കൂടി പറയാമോ? ഞാനും പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, എനിക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മൃഗങ്ങളും ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ എല്ലാത്തരം മൃഗങ്ങളുണ്ട്. ആന, അതുപോലെ പശു, ആട്, കോഴി, താറാവ്, കിളികൾ, ഡോഗ്സ് എല്ലാം ഉണ്ട്. അതൊക്കെ ഫാം തന്നെയുണ്ട്. എനിക്കൊരു 1.5 ഏക്കറിലൊരു ഫാമുണ്ട്. ആ ഫാമിൽ എല്ലാ ജീവികളെയും വളർത്തും. 10-12 ജോലിക്കാരൻ ഇതിന് നോക്കാൻ വേണ്ടിയുണ്ട്, ഫാം തന്നെ നോക്കാനായിട്ട്. പിന്നെ അതേപോലെ ആനയ്ക്ക് തന്നെ 10-15 പേര് അതുണ്ട്, ജീവനക്കാർ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഇതായിട്ട് നടത്തുന്നു. പക്ഷേ ഇതിലൊന്നും ലാഭം പ്രതീക്ഷിച്ചല്ല. എനിക്ക് ആ ജീവിയോടുള്ള ഇഷ്ടം, മൃഗങ്ങളോടുള്ള ഇഷ്ടം, അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇപ്പോൾ എത്ര ഡോഗ്സ് കാണാൻ പറ്റും, കിളികളെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ ജീവിയോടൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ വളർത്തും. അത് നോക്കാനുള്ള ആൾക്കാരുടെ ചിലവ്, അതൊക്കെ വലിയൊരു ചിലവാണ്. പക്ഷേ നമ്മുടെ ഈ ബിസിനസ് തിരക്കിനിടയിൽ മൃഗങ്ങളുടെ അടുത്ത് പോയി അവരെ കണ്ട് ഒന്ന് തലോടി കഴിയുമ്പോൾ, അപ്പോൾ ആനയൊന്ന് തലോടി കഴിയുമ്പോൾ നമുക്കുള്ള സന്തോഷം അത് എടുത്തു പറയുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയായാലും ഇപ്പോൾ ഡോഗ്സ് ആണെങ്കിൽ ഡോഗ്സ് വന്ന് അവർ നമ്മളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ അവർ നമ്മൾ സ്നേഹിക്കുക, അത്രയും വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര എത്രയും ബിസിനസ് തിരക്കിനിടയിലും നമുക്ക് വലിയൊരു ടെൻഷൻ ഒഴിവായി കിട്ടും. എൻ്റെ ഇത് പറയാണ്, എനിക്കിപ്പോൾ ആനയെടുത്ത് ചെന്ന് ആനയെ കാണുമ്പോഴും, അതേപോലെ മൃഗങ്ങളെ കാണുമ്പോൾ, പശുക്കളെ കാണുമ്പോഴും, അതെല്ലാം ചെന്ന് ഇങ്ങനെ പരിപാലിച്ച് അവർക്ക് ഓരോ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. ആനകളെപ്പോൾ തന്നെ ഗംഭീരങ്ങളായിട്ടുള്ള വാഹനങ്ങളുണ്ടല്ലോ, ഏതൊക്കെ വാഹനങ്ങളിലാണ് ശീലങ്ങൾ, ഡ്രൈവ് ചെയ്യുന്നതൊക്കെ? ഞാൻ ഡ്രൈവിങ് ഇപ്പോൾ 2004 ശേഷം എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. എൻ്റെ ഡ്രൈവർ ഓടിച്ചിട്ട്. അതിന് ശേഷം ഞാൻ ഡ്രൈവിങ് നിർത്തി. പിന്നെ ഞാൻ യാത്ര വളരെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വണ്ടികളും ഉണ്ട് എനിക്ക്. റേഞ്ച് റോവർ തൊട്ട് വെൽഫെയർ, ബെൻസ്, അങ്ങനെ എല്ലാ വണ്ടികളും എനിക്കുണ്ട്. ഇനോവ, എൽവെൽ, അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ വണ്ടികൾ മാത്രമല്ല, ക്രൈസ്, എല്ലാ കാര്യത്തിലും. പണ്ട് എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ആ ബുള്ളറ്റ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരു ബെൻസ് ഉണ്ടായിരുന്നു, പഴയ ബെൻസ്, 92 ബെൻസ്, അതുകൊണ്ട്. പണ്ടൊരു കോണ്ടസ് ഉണ്ടായിരുന്നു, അതും ഞാൻ ഇപ്പോഴടുത്ത വിറ്റത്. അതേപോലെ പണ്ട് വാങ്ങിച്ച ഞാനൊരു CRV ഉണ്ട്, ഇപ്പോഴും വിറ്റിട്ടില്ല. അതിങ്ങനെ ഇപ്പോഴും വിട്ടിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ആ വണ്ടിയോടുള്ള താല്പര്യം കൊണ്ട് അതിങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കുന്നു. പഴയ ബെൻസ് വൈഫ് ചോദിക്കുക എന്തുകൊണ്ട് കൊടുക്കാത്ത ഞമ്മളത് ഓർമ്മയ്ക്കിരിക്കട്ടെ. ബുള്ളറ്റ് ആണെങ്കിലും ബുള്ളറ്റ് ഇപ്പോഴും ഞാൻ വീട്ടിൽ തുടച്ച് മിനിക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കാലശേഷങ്ങൾ വിറ്റോളാൻ പറയും. പിന്നെ ഉള്ളത് കളിഭ്രാന്താണ്. ഇപ്പോൾ ലോക ഫുട്ബോൾ കഴിഞ്ഞിട്ട് മെസ്സി ഇവിടെ വായുവിൽ തങ്ങി നിൽക്കുകയാണ്. അതിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ IM വിജയനെയൊക്കെ കൂട്ടിയിട്ട് ലോക ഫുട്ബോളിൻ്റെ സെമിയും ഫൈനലും ഒക്കെ കണ്ടതിൻ്റെ ഇഷ്ടംപോലെ ചരിത്രമുണ്ട്. ഈ ഓണക്കാലത്ത് ഒരു ഫുട്ബോൾ കളിയോ അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട ഫുട്ബോൾ താരത്തോടൊപ്പമുള്ള ഒരു യാത്രയൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാനിപ്പോൾ അമേരിക്ക പോയി വന്നുള്ളൂ. അമേരിക്കയിൽ ഞാനിപ്പോൾ ഫുട്ബോൾ കാണാൻ പോയി. 2 സെമിയും ഒരു ഫൈനലും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ 8 വേൾഡ് കപ്പ് ഫൈനൽ കണ്ട ആളാണ്, സെമിയും ഫൈനൽ കണ്ട ആളാണ്. ഞാൻ 98 തൊട്ട് ഫുട്ബോൾ കാണുന്ന ആളാണ്. ഫൈനലും സെമി ഫൈനലും എല്ലാ വേൾഡ് കപ്പ് ഫൈനലും സെമി ഫൈനലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതും 8 ഇതുവരെയും കാണാൻ പറ്റി. എല്ലാ കൺട്രിയിലും പോയി കാണാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഫുട്ബോൾ ആരാധകനാണ്. എല്ലാ ടീമുകളും ഇങ്ങനെ നല്ല ടീമുകളാണ് എൻ്റെ വരുന്നത്. ഏതൊക്കെ ടീമാണ് നന്നായി കളിക്കുന്നത് അതായിരിക്കും എൻ്റെ ടീം.
ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗോപു നന്ദിലത്തുമായിട്ടുള്ള സംഭാഷണം ഈ തിരുവോണ ദിവസം നടന്നുകൊണ്ടിരിക്കെ ഒരു ഇടവേളയ്ക്ക് പോവുകയായിരുന്നു നമ്മൾ. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മോടൊപ്പം 2 പുതിയ അതിഥികൾ കൂടി ചേരുന്നു. പുതിയ അതിഥികളെന്നല്ല, ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികൾ തന്നെയായ, ഈ കുടുംബത്തിൻ്റെ നിലവിളക്കുകൾ എന്ന് തന്നെ പറയാവുന്ന 2 പേർ കൂടി ചേരുകയാണ്. ആ 2 പേരെ ശ്രീ ഗോപു നന്ദിലത്ത് തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇതെൻ്റെ വൈഫ് ഷൈനി. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം 38 വർഷമായി ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് അന്ന് ഇന്നും ഒരേപോലെ നിന്നുകൊണ്ട് വീടിന് തണലായും ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും, മക്കളുടെ കാര്യങ്ങളായാലും എല്ലാം പരിപാലിച്ച് ഭംഗിയായി കൊണ്ടു നടക്കുന്നു. ബിസിനസ്സിൽ എന്നോടൊപ്പം എല്ലാ കാര്യത്തിനും എൻ്റെ എന്താ പറയുക, എൻ്റെ എല്ലാ സന്തോഷത്തിലും എല്ലാത്തിലും പങ്കുചേർന്നുകൊണ്ട് എന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സന്ധ്യ. സന്തോഷം മാത്രമാണ് കൂടുതൽ അല്ലേ? വളരെ അപൂർവങ്ങളിലെ ഒരു വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ടെൻഷൻ ഉണ്ടാവും, ബിസിനസ് ആകുമ്പോൾ എപ്പോഴും ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം കുറച്ച് സമാധാനം കിട്ടും. അങ്ങനെ ഷൈനി എല്ലാ കാര്യത്തിനും, കുട്ടികളുടെ കാര്യത്തിലായാലും ശരി, മോളായാലും മോനായാലും എല്ലാ കാര്യത്തിനും ഷൈനി ഭംഗിയായി കൊണ്ടു നടക്കുന്നു. അപ്പോൾ അതിന് എനിക്ക് കുടുംബകാര്യത്തിൽ തീരെ ടെൻഷനില്ല. എനിക്ക് ബിസിനസ് കാര്യങ്ങൾ മാത്രം നോക്കണ്ടോ, വീടിൻ്റെ കാര്യങ്ങൾ മൊത്തം ആൾ നോക്കിക്കോളും. അങ്ങനെ ഇരിക്കുന്നു. അടുത്ത് നിറഞ്ഞ ചിരിയോടുകൂടി ഇരിക്കുന്നത് എൻ്റെ കസിനാണ്, എൻ്റെ അമ്മാവൻ്റെ മകളുടെ മകൾ. അവൾ അമേരിക്കയിലാണ്. അപ്പോൾ ഈ ഓണത്തിന് വേണ്ടി ഇന്നലെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് തിരുവോണം നാൾ നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കൂടെ വന്നിരിക്കുന്നതാണ്. എൻ്റെ കസിനാണ്. ഇന്ന് ഇവിടെ വന്ന് എല്ലാവരുടെയും കൂടെ ഞാനും ഭക്ഷണം കഴിച്ച സമയത്ത് തൈര് കഴിച്ചപ്പോൾ അതുവരെ ഇല്ലാത്തൊരു രുചി എനിക്ക് അനുഭവപ്പെട്ടു. അത് അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവിടെ ഫാമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇവിടുത്തെ പശുവിൽ നിന്നോ മറ്റോ ഒക്കെ അതിൽ നിന്നും അങ്ങനെയാണോ? തീർച്ചയായും തൈര് കൂടി ഉണ്ടാക്കുന്ന തൈരാണ്. തൈര് മാത്രമല്ല, ഇവിടുത്തെ പാലും ചായ കുടിച്ചെങ്കിൽ അറിയാം, ഇവിടെ ദിവസം ഒരു 8 ലിറ്റർ പാല് വരും. മൊത്തം ചായ ഉണ്ടാക്കാനേ തികയുള്ളൂ. കാരണം എന്താ അറിയും, അത്രമാത്രം ഗസ്റ്റ് വരും. അപ്പോൾ വൈഫ് എന്ത് പറയും, ആര് വന്നാലും ഇവിടെ ചായ കാപ്പിയോ എന്താണെങ്കിൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് തന്നെ വരുന്നത്. അത് ഫാമിലെ പാല് വരുന്ന നിർബന്ധമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫാം വളർത്താൻ തീരുമാനിച്ചത് നമ്മുടെ വീട്ടിലേക്കൊരു പശു പാല് വേണം, അതിനു വേണ്ടി വളർത്തിയ. അങ്ങനെ ഒന്നിലിരുന്ന് തുടങ്ങിയപ്പോൾ 200 പശുക്കളായി. അപ്പോൾ അങ്ങനെ നടത്തുന്നു. അപ്പോൾ ദീപയായാലും അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഓണം ഉണ്ടാകാൻ വന്നതിൽ വളരെ സന്തോഷമാണ് ദീപ. ഇവിടെ വന്ന് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ഓണമൊക്കെ കാണുമ്പോൾ എന്താണ് ഒരു മനസ്സിലുള്ള കാര്യങ്ങളും? ഭയങ്കര സന്തോഷമാണ്. ഇപ്പം 3ാമത്തെ കൊല്ലമാണ് ഞാൻ ഓണം ഗോപുരൻ്റെ ക്ഷണിച്ചിട്ടും കൂടെ ആഘോഷിക്കുന്നത്. വളരെ സന്തോഷം. അപ്പോൾ കേരള വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകരോട് ഈ തിരുവോണ ദിവസം ശ്രീ ഗോപു നന്ദിലത്തിനും ഒപ്പം കുടുംബാംഗങ്ങൾക്കും എന്താണ് പറയാനുള്ളത്? എന്തായാലും ഈ ഓണത്തിന് ഞങ്ങൾ പങ്കുചേർന്നതിലും ഓണത്തിന് നിങ്ങളോട് എല്ലാവരോടും ഒത്തുചേർന്ന് കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകരോടും പ്രത്യേകിച്ച് എല്ലാം സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണ്ണമായ ഓണാശംസകൾ നേരുന്നു. ഏതായാലും ഓരോ 30 കിലോമീറ്ററിനുള്ളിൽ ഓരോ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാവണം ഗോപു നന്ദിലത്തിന് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്വപ്നം. അധികം വൈകാതെ അത് 15 കിലോമീറ്റർ എന്നുള്ള പരിധിക്കകത്ത് കൂടി സാധ്യമാവുന്ന രീതിയിലേക്ക് വളരട്ടെ. ആ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് കേരളത്തിലെ രാജ്യമെങ്ങുമുള്ള മലയാളികൾക്കെല്ലാം ഏറ്റവും വിശ്വസ്തയോടുകൂടി, കൂടുതൽ വിശ്വസ്തയോടുകൂടിയുള്ള സേവനം നൽകാൻ കഴിയുന്ന രീതിയിൽ വളർച്ചയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. തിരുവോണാശംസകൾ ശ്രീ ഗോപു നന്ദിലത്ത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.